അടുത്ത സെക്ഷൻ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സാധാരണ ചെറിയ ചെറിയ പ്രോബ്ലംസാണ് ഉണ്ടാവുക. ഇപ്പോൾ ലിമിറ്റ് എന്നുള്ളതിൽ നമ്മൾ LIM എന്ന് ചുരുക്കി എഴുതും. പിന്നെ XY എന്ന് പറഞ്ഞ നമ്പർ 1,4 പോകുമ്പോൾ, അപ്പോൾ സ്പേസിൽ 1,4 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് വിചാരിച്ചോ, അല്ല പ്ലെയിനിൽ, ആ പ്ലെയിനിൽ 1,4 എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് XY പോയിന്റ്സ് അടുത്ത് വരിക. XY എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്തു നിന്ന് വരാം, 1,4ൻ്റെ ചുറ്റുപാടുന്ന് ഏത് ഡയറക്ഷനിലും ഇങ്ങനെ വരാം. അതിലേക്ക് പോയിന്റ് വരുമ്പോൾ ഈ വില എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ലിമിറ്റ്. അപ്പോൾ ഇതിനൊക്കെ ഡയറക്റ്റ് വില കൊടുത്താൽ മതി. Xന് 1ഉം Yക്ക് 4ഉം കൊടുത്തു വയ്ക്കാൻ മതി. അപ്പോൾ നമ്മൾ എന്ത് വരും, X 1ലേക്ക് പോകുന്നു, Y 4ലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വില കൊടുത്ത് വെച്ചാൽ മതി. 5 × Xന് 1³ 4² Y² -9. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് 71 ആണ്. അപ്പോൾ ചിലത് ഡയറക്റ്റ് വില കൊടുക്കാൻ പറ്റും ലിമിറ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്കിവിടെ വേറൊരു കാര്യം പറയാം. എ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് കർവ് അല്ലെങ്കിൽ പാരാമെട്രിക് കർവ് ഇൻ XY പ്ലെയിൻ ഈസ് ഓഫ് ദ ഫോം X ഈസ് എ ഫംഗ്ഷൻ ഓഫ് T, Y ഈസ് എ ഫംഗ്ഷൻ ഓഫ് T എന്ന രൂപത്തിലാണ്. T ഒരു ഇൻ്റർവെല്ലിൽ വേരി ചെയ്യുന്നു. ഇതിനെയാണ് പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുക. സാധാരണ ഒരു കർവിൻ്റെ ഇക്വേഷൻ, ഇപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ X² + Y² = 4 അല്ലെങ്കിൽ 2² ആണ്. 4 എന്ന് പറഞ്ഞാൽ 2², അത് നമുക്കറിയാം, സർക്കിളാണ്, ഒരു കർവാണ്. അത് വേറെ തരത്തിലുള്ള ഇക്വേഷനാണ്. അതേ ഇക്വേഷനെ X² ഉം Y² ഒക്കെ ഒരുമിച്ച് ആണല്ലോ വരുന്നത് അവിടെ, അല്ലേ? അതിന് പകരം നമ്മൾ Xനെ Yനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ഓഫ് T എന്ന രൂപത്തിൽ എഴുതുകയാണ്. X ഈസ് എ ഫംഗ്ഷൻ ഓഫ് T, Y ഈസ് എ ഫംഗ്ഷൻ ഓഫ് T എന്ന രൂപത്തിൽ എഴുതുന്നതിനാണ് പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്പേസ് കർവ് ആണെങ്കിൽ Xഉം Yഉം Zഉം ഉണ്ടാവും. X ഈസ് എ ഫംഗ്ഷൻ ഓഫ് T, Y = Y of T, Z = Z of T. ഇങ്ങനെ 3 ഫംഗ്ഷൻസ് ആയിട്ടാണ് നമ്മൾ സ്പേസ് കർവിനെ, സ്പേസിൽ വരുന്ന കർവിനെ കാണിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് X = T, Y = T² വിചാരിക്കുക. അപ്പോൾ ഇത് എന്ത് കർവാണെന്ന് മനസ്സിലാക്കാൻ ഈ T ഒഴിവാക്കി നോക്കി. T ഒഴിവാക്കണം. Y = T² അല്ലേ, അപ്പോൾ T എന്ന് പറഞ്ഞാൽ X അല്ലേ, അപ്പോൾ T എന്തായി, X ആയി. അപ്പോൾ Y = X² ആയി. അപ്പോൾ T പോയി. Y = T² പറഞ്ഞാൽ T-ൻ്റെ സ്ക്വയർ, അപ്പോൾ T എന്ന് പറഞ്ഞാൽ X അല്ലേ, അപ്പോൾ Y = X² ആയി. അപ്പോൾ T എലിമിനേറ്റ് ചെയ്തു. T എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഇതെന്താ കർവ്, Y = X² ആണ്. അത് പരാബോള നമുക്കറിയാമല്ലോ, പരാബോളയാണ്. പരാബോള നമുക്ക് വരയ്ക്കാൻ അറിയാമല്ലോ, Y = X². പക്ഷേ ഇത് ഈ തരത്തിലും വരയ്ക്കാമെന്നുള്ളതാണ്. T വേരി ചെയ്യിക്കുക. Tയുടെ വില നമ്മൾ -3 കൊടുക്കുന്നു, -2 കൊടുക്കുന്നു, -1 കൊടുക്കുന്നു, 0 കൊടുക്കുന്നു, 1 2 കൊടുക്കുന്നു, അങ്ങനെ കൊടുക്കുക വിചാരിച്ചു. അതിനനുസരിച്ച് X എന്തായിരിക്കും, T ആയിരിക്കും, Y T² ആയിരിക്കും. അപ്പോൾ X T ആയിരിക്കും, Y T² ആയിരിക്കും. അപ്പോൾ ഓരോ Tക്കും Xഉം Y എഴുതും. അപ്പം -3 അതിൻ്റെ സ്ക്വയർ 9. അപ്പോൾ -3 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടാവും. അടുത്ത Tൻ്റെ വില -2 കൊടുക്കുന്നു, X -2, Y അതിൻ്റെ സ്ക്വയർ 4, -2 4 ആയി. ഇങ്ങനെ പോയിൻറ്റ്സ് കിട്ടും. ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് ഇവിടെ അടയാളപ്പെടുത്തി യോജിപ്പിക്കുവാണ് പരാബോള കിട്ടുന്നത്. അപ്പോൾ ഇത് വേറെ രീതിയിൽ Y = X² എന്ന് പറഞ്ഞ പരാബോളേനെ വേറെ രീതിയിൽ പറയുന്നതാണ് പാരാമെട്രിക് ഫോം. അതിലൊരു പാരാമീറ്റർ ഉണ്ടാവും, അതാണ് T. അപ്പോൾ X = എ ഫംഗ്ഷൻ ഓഫ് T, അത് X = T ആണ് ഇവിടെ, ആ ഫംഗ്ഷൻ T ആണ്. Y = വേറെ Y of T എന്ന് പറഞ്ഞാണ് ഇവിടെ T² എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. ഓക്കെ, ഫോർ T = T0 = 0. ഏതെങ്കിലും ഒരു Tയുടെ ഒരു വില, പർട്ടിക്കുലർ വില, ഇപ്പോൾ 0 എന്ന് വിചാരിച്ചു. അപ്പോൾ X of T0, Xൻ്റെ വില അതിനെ കണക്കാക്കി Tക്ക് കണക്കാക്കി Xനും Yക്കും വില കിട്ടുന്നതല്ല. അപ്പോൾ Xന് കിട്ടുന്ന വിലയ്ക്ക് നമ്മൾ X0 എന്ന് വിചാരിക്കും, പേര് കൊടുക്കുക. അങ്ങനെ Yക്ക് കിട്ടുന്ന വില Y0 ആണെന്ന് വിചാരിച്ചു. ഇവിടെ 0 ആണ് വിചാരിച്ചോളൂ, 0. നേരത്തെ എക്സാമ്പിൾ 0 ആണ്, 0 T, X of T അല്ലേ, അപ്പോൾ 0 ആണ്. മറ്റേത് T² 0, ആ 2 0 ആണ്. അപ്പോൾ X0 Y0 0 0 ആണ് അല്ലേ. അപ്പോൾ ഒരു Tക്ക് ഒരു വില T0 കൊടുക്കുമ്പോൾ Xനും Yക്ക് പർട്ടിക്കുലറായിട്ട് കിട്ടുന്ന ഒരു പോയിൻ്റാണ് X0 Y0 ഇത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ C പരാബോള ആയതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ലിമിറ്റ് XY → X0 Y0 along C. C എന്ന് പറഞ്ഞാൽ പരാബോളയിലൂടെ ഒരു X0 Y0 പോകുമ്പോൾ, അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ആക്സിസ് വരയ്ക്കുക, അതാണ് നമ്മുടെ 0 0 X0 Y0. ആ പരാബോളയിലൂടെ വരുമ്പോൾ ഏതിലൂടെ X0 Y0 വരാം, ലിമിറ്റ് ഏതിലൂടെയും വരാം, ഏത് വഴിയിലൂടെയും വരാം 0 0. ഈ പരാബോളയിലൂടെ വരുമ്പോൾ എന്നുള്ളതാണ് അതിനർത്ഥം. along C XY എന്ന് പറഞ്ഞ പോയിന്റ്, XY എന്ന് പറഞ്ഞാൽ വേരി ചെയ്യുന്ന പോയിന്റ് മാറിക്കൊടുക്കുക, അതിങ്ങനെ വരുന്നത് X0 Y0 along ഒരു കർവ് ആകുമ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും, X² + XY + 1 എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം, XY along C ആണല്ലേ, XY → 0 0 ഇവിടെ, X0 Y0 പറഞ്ഞാൽ 0 0 along C ആണ്. അപ്പോൾ എങ്ങനെ വരും, അപ്പോൾ Xൻ്റെ വില നമുക്ക് T കൊടുക്കണം, Yൻ്റെ വില T² കൊടുക്കും, അങ്ങനെ കൊടുത്തിടുക. അപ്പോൾ T², Xൻ്റെ Y എന്ന് പറഞ്ഞാൽ T × T² + 1 ഇടുക. പക്ഷേ T → T0 ആയിരിക്കില്ലേ, XY → ഒറിജിനിലേക്ക് പോകണമെങ്കിൽ T 0 പോകണ്ടേ, അല്ല നമ്മളിവിടെ കണ്ടത്.
ടി നോട്ട് ആകുമ്പോൾ അല്ലേ എക്സ് നോട്ട് വൈ നോട്ട് ആവുന്നത്. അപ്പോൾ ടിയുടെ വില സീറോയിലേക്ക് പോകണം. അപ്പോൾ എക്സ് വൈ ടെൻസ് 0 എന്ന് പറയുന്നതിന് ഈക്വലൻ്റ് ആണ് ടി സീറോയിലേക്ക് പോകുക എന്ന് പറയുന്നത്. അപ്പോൾ ടി ടെൻസ് ടി നോട്ട് അല്ലെങ്കിൽ ടി ടെൻസ് 0 എന്ന് എഴുതാം. അങ്ങനെ മാറ്റി എഴുതിയിട്ട് ആൻസർ 1 ആയിരിക്കും. കേട്ടോ, ആൻസർ 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചിലത് ഇന്ന പാത്തിലൂടെ പോകുമ്പം ലിമിറ്റ് എന്താണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻസ് ഉപയോഗിക്കേണ്ടി വരും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലിമിറ്റ് എക്സ് വൈ ടെൻസ് എക്സ് നോട്ട് വൈ നോട്ട് ജനറലായിട്ട് പറയണേ. അലോങ് സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ എക്സിൻ്റെ അടുത്ത് എക്സ് ഓഫ് ടി കൊടുത്തില്ല, നേരത്തെ കൊടുത്തില്ല. എക്സിൻ്റെ അടുത്ത് ടി കൊടുത്തില്ല, വൈ ടി സ്കോർ അതുപോലെ എക്സിൻ്റെ സ്ഥലത്ത് എക്സ് ഓഫ് ടിയും വൈയുടെ സ്ഥലത്ത് വൈ ഡോട്ട് ടിയും കൊടുത്തിട്ട് ടി ടെൻസ് ടി നോട്ട് തന്നെ എഴുതിയാൽ മതി. സിമിലർലി ഇത് 3 വേരിയബിൾ ആണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ഓഫ് ടി, വൈൻ്റെ സ്ഥാനത്ത് വൈ ഓഫ് ടി, സെറ്റിൻ്റെ സ്ഥാനത്ത് സെറ്റ് ഓഫ് ടി കൊടുക്കുക. പിന്നെ ടി ടെൻസ് ടി നോട്ട് കൊടുത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് മെത്തേഡ്. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് എഫ് ഓഫ് എക്സ് വൈ. ഇതിൻ്റെ ലിമിറ്റ് കാണണം. എക്സ് വൈ ടെൻസ് 0 ആകുമ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്താണ് എന്നുള്ളത് കാണണം. ഈ 0 പോയിൻറ്റ്സ് വരുമ്പോൾ ഈ വില എങ്ങോട്ട് പോകും, ഈ ഫംഗ്ഷൻ്റെ വില എങ്ങോട്ട് പോകുന്നതാണ് ലിമിറ്റ് കാണേണ്ടത്. അപ്പോൾ അതിന് ആദ്യത്തെ ക്വസ്റ്റ്യൻ അലോങ് എക്സ് ആക്സിസ് ആണ്. 0 എക്സ് ആക്സിസിലൂടെ വരാം, അതുപോലെ 0 വൈ ആക്സിസിലൂടെ വരാം. ഇങ്ങനെയൊക്കെ പോകാം. എക്സ് ആക്സിലൂടെ പറഞ്ഞാൽ ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. പിന്നെ വേറെ അലോങ് ദ ലൈൻ വൈ ഈക്വൽ ടു എക്സ്, അപ്പോൾ ഇങ്ങനെയുള്ള 45 ഡിഗ്രിയുള്ള ലൈനില്ലേ, അതിലൂടെ വരാം 0 ഇങ്ങനെ പല പാത്തിലൂടെ പോകുമ്പോഴൊക്കെ ഇതിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അലോങ് എക്സ് ആക്സ് മാത്രം വിചാരിക്കുക. ഈ ഫംഗ്ഷനാണ് അലോങ് എക്സ് ആക്സ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നോക്കാം. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് 0 ഉള്ള എല്ലാ പോയിൻറ്റ്സും, അതാണ് ഇങ്ങനെ x0 ഫോർ എവരി എക്സ്, അതാണ് എക്സ് ആക്സിസ്. അപ്പോൾ നമ്മൾ എക്സിന് ടി കൊടുക്കുക, വൈക്ക് 0 കൊടുത്താൽ മതി. എക്സിന് ടിയും വൈ ടി മാറിക്കൊടുക്കല്ലോ, അപ്പോൾ ടി മാറും. ടി 0 ആകുമ്പോഴാണ് എന്ത് 0 വരുന്നത്. ടി 0 ആകുമ്പോൾ എന്തായി പോവും, 0 ആയി പോവും. വൈ മാറ്റമല്ലേ, വൈ 0 ആണ് എപ്പോഴും. അപ്പോൾ ലിമിറ്റ് എക്സ് വൈ ടെൻസ് 0 എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് ലിമിറ്റ് ടി ടെൻസ് 0 എക്സ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. മാത്രമല്ല എലങ് എവിടെയാണ് എക്സ് ആക്സിസ് ആയതുകൊണ്ട് വൈ 0 എടുക്കാം, എക്സിന് ടി കൊടുക്കുക. അപ്പോൾ ടി ഇൻറ്റു 0 ബൈ ടി സ്ക്വയർ പ്ലസ് 0. അപ്പോൾ എന്തായാലും മുകളിൽ 0 ആയിപ്പോയി, 0 ആയി ക്യാൻസൽ. അതാണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വൈ ആക്സിസ് ആണെങ്കിൽ ഇത് 0 വൈ നേടണം. വൈ ആക്സിലെ പോയിൻ്റൊക്കെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ കോർഡിനേറ്റ് ഉണ്ടാവും. വൈ കോർഡിനേറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ വൈക്ക് ടി കൊടുക്കണം, എക്സിന് 0 കൊടുക്കണം. ഇതേ ക്വസ്റ്റ്യൻ. അപ്പോൾ ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇവിടെ 0 ഇവിടെ 0 ആണ്. അപ്പോൾ എക്സ് വൈ 0 അല്ലേ, 0 ആണ് എന്നുള്ള അർത്ഥം. അപ്പോൾ 0 പോകണമെങ്കിൽ ടി ഈക്വൽ ടു 0 കൊടുത്താൽ മതി. ടി ഈക്വൽ ടു 0 കൊടുത്താൽ. അപ്പോൾ ലിമിറ്റ് എക്സ് വൈ ടെൻസ് 0 എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ ലിമിറ്റ് ടി ടെൻസ് 0. അതേ ക്വസ്റ്റ്യൻ തന്നെ. എക്സ് കാണുന്നത് 0 ആണ്, വൈ കാണുന്നത് ടി ആണ്. അങ്ങനെ കൊടുക്കുക. ഇപ്പോഴും ആൻസർ 0 തന്നെ ആണ്. ഇനി മൂന്നാമത്തെ പാർട്ട്, അതിൽ സി പാർട്ടിൽ നോക്കുന്നത് വേറൊരു വഴിയിലൂടെ ലൈൻ വൈ ഈക്വൽ ടു എക്സിലൂടെയാണ് പോകുന്നതെങ്കിൽ വൈ എക്സ് ഈക്വൽ ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടി വൈ ഈക്വൽ ടി നിർത്താം, രണ്ട് ഈക്വൽ അല്ലേ. എടുത്തിട്ട് ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ശരിയാണ്. അപ്പോൾ ടി ഈക്വൽ ടു 0 എന്താക്കിയാൽ മതി, എക്സും ടി കൊടുക്കുക, വൈയും ടി കൊടുക്കുക. അപ്പോൾ ടി ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ടി സ്ക്വയർ മുകളിൽ താഴെ 2t സ്ക്വയർ. അപ്പോൾ ടി സ്ക്വയർ ക്യാൻസൽ 1/2. അപ്പോൾ ആൻസർ 1/2 ആയിരിക്കും. ഇനി ഇത് വൈ ഈക്വൽ ടു -എക്സിലൂടെയാണ് പോകുന്നതെങ്കിൽ എക്സിന് ടി കൊടുത്താൽ വൈക്ക് -t കൊടുക്കണം. ഇതേപോലെ തന്നെ എന്നിട്ട് എക്സിന് ടി വൈക്ക് -t കൊടുക്കുക. അപ്പോൾ ആൻസർ എന്തായിരിക്കും വെച്ചാൽ -1/2 ആയിരിക്കും. ഇതേപോലെ ചെയ്താൽ -1/2. ഇവിടെ താഴെ 2t സ്ക്വയർ മുകളിൽ -t സ്ക്വയർ. അപ്പോൾ ടി സ്ക്വയർ ക്യാൻസൽ -1/2 ആയിരിക്കും. ഇനി പരാബോള വൈ ഈക്വൽ ടു എക്സ് സ്ക്വയറിലൂടെയാണ് ഇത് പോകുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സിന് ടിയും വൈക്ക് ടി സ്ക്വയർ കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, മുകളിൽ ടി സ്ക്വയർ താഴെ ടി സ്ക്വയർ പ്ലസ് ടി റേസ് ടു 4 ആയിരിക്കും അല്ലേ, മുകളിൽ ടി ക്യൂബ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ താഴെ ഒരു ടി സ്ക്വയർ കോമൺ ആയിട്ട് പുറമെ എടുക്കാം. അപ്പോൾ ടി സ്ക്വയർ മുകളിലത്തെ ഒരു ക്യാൻസൽ ചെയ്യാം, മുകളിൽ ടി വരും, ഇൻറ്റു 1 + ടി സ്ക്വയർ. ടിക്ക് 0 എടുക്കും, മുകളിൽ 0 താഴെ 1 വരും. അപ്പോൾ ആൻസർ 0 ആയിരിക്കും. ഇങ്ങനെ ഇതിൻ്റെ ലിമിറ്റ് പല വഴിയിലൂടെ നമ്മൾ 5 വഴിയിലൂടെ ഇതിൻ്റെ ലിമിറ്റ് കണ്ടു. എന്നാൽ എല്ലാം ഒരേപോലെയല്ല ലിമിറ്റ്. ചിലത് ഹാഫ് ഉണ്ട്, ചിലത് -1/2 ഉണ്ട്, മറ്റേതൊക്കെ 0 ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത ലിമിറ്റ് വരാൻ പാടില്ല. ഒരേ ഫംഗ്ഷന് ഒരേ പോയിന്റിലെ ലിമിറ്റ് വ്യത്യസ്തങ്ങളായിട്ട് വന്നാൽ അതിൻ്റെ അർത്ഥം ലിമിറ്റ് നോട്ട് എക്സിസ്റ്റ് എന്നാണ്. പൊതുവെ പറയുക ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലാണ് എന്നുള്ളതാണ്. അപ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ എക്സിസ്റ്റ് എന്ന് പറയണമെങ്കിൽ ഇഫ് ദ വാല്യൂ ഓഫ് ദ ലിമിറ്റ് ഈസ് സെയിം
ഫോർ എക്സ് വൈ ടെൻസ് 0 എക്സ് വൈ ടെൻസ് എക്സ് നോട്ട് വൈ നോട്ട് അലോങ് എനി കർവ് സി എന്നാണ്. ഏത് വഴിയിലൂടെ വന്നാലും ഒരേ വിലയായിരിക്കണം. പക്ഷേ നേരത്തെ എക്സാമ്പിൾ കണ്ടോ, എക്സ് വൈ ടെൻസ് 0 പല വഴിയിലൂടെ പോയപ്പോൾ പല വിലകളാണ്. അങ്ങനെ വന്നാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഇൻ ദി അബോവ് എ പ്രോബ്ലം ലിമിറ്റ്സ് ആർ ഡിഫറൻറ്റ് അലോങ് വൈ ഈക്വൽ ടു എക്സ് ആൻഡ് അലോങ് വൈ ഈക്വൽ ടു -x. ദെർഫോർ ലിമിറ്റ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയും.